ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കമീറയും ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ് പറയുന്നത്. നമുക്ക് കമീറ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ടീസ്പൂണിൽ ഈസ്റ്റ് എടുക്കുക. അതേ ടീസ്പൂണിൽ തന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇളം ചൂട് പാല് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റിൻ്റെ മണം ഇഷ്ടമില്ലാത്ത ആൾ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ടീസ്പൂണാണ് ഇട്ടുകൊടുത്തത്. ആ പാലും കൂടി ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് മിക്സാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ആ മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2.5 കപ്പ് മൈദക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. 2.5 കപ്പ് മൈദയും ഒരു 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മൈദപ്പൊടി കൂടുതൽ എടുക്കുന്നുണ്ടാണെങ്കിൽ മുട്ടയും കൂടി അധികം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ 2.5 കപ്പ് മൈദയും 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ്. അതൊന്ന് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മാവ് ഇതുപോലെ നന്നായി ആക്റ്റീവായി വരും. ഇനി നമുക്കതിൽ നിന്ന് ഓരോന്നും പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുത്തത്. ഇതിലേക്ക് കറുപ്പ് എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എള്ള് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി പരത്തിയെടുത്താൽ മതി. ഞാൻ ആദ്യത്തേത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് എള്ള് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ എള്ള് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് കട്ട് ചെയ്താൽ മതി. ആ ഫ്രൈ ചെയ്യാൻ വെച്ചതെല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ആ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് നല്ല ഷൈനിങ്ങുമാണ് ഈ അപ്പം കാണാൻ. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അതും പെട്ടെന്ന് ആക്കിയെടുക്കുന്നതാണ്. നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ട് എടുക്കുന്നതും അതുപോലെ ടേസ്റ്റ് ഉള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത്. ആവശ്യമുള്ള ചിക്കൻ എടുത്തതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ 2 സവാളാണ് എടുത്തത്. അതിലേക്ക് ഒരു തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പട്ട, കറാമ്പ്, ഏലക്കായ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയും ചേർത്ത് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇത് പെട്ടെന്നാക്കിയെടുക്കണമെങ്കിൽ കുക്കറിലിട്ടാൽ മതി. കുക്കറിൽ ഒരു 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. ഞാനിതിപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതാണ്. ഞാൻ കുക്കറിലാണ് ആക്കിയെടുത്തത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടും. പിന്നെ അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കറിക്കൊരു തിക്ക് ആയി കിട്ടാൻ വേണ്ടി ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. കറി ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം ഓഫാക്കി നമുക്ക് കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ കറിയാവും. കറിയുടെ മേലിൽ ഞാൻ കുറച്ച് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തതാണ്. അതുപോലെ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായ
കമീറയും അതുപോലെ നല്ലൊരു കറിയുമാണ്. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതാ നല്ല സോഫ്റ്റാണ് ഈ കമീറ. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.